Hello friends, Assalamu alaikum. NF Kannurkitchൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ണൂർ സ്പെഷ്യൽ ഡിഷുമായിട്ടാണ്. അയല മീൻ വെച്ചിട്ട് നമുക്ക് ആവിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ശേഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള ഈ മീൻ ഒറോട്ടി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോഗ്രാം അയലയാണ് എടുത്തിരിക്കുന്നത്. ഇത് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ വരയിട്ട് കൊടുക്കുകയാണെങ്കിൽ മസാല തേച്ച് പിടിപ്പിക്കുമ്പോൾ നന്നായിട്ട് പിടിച്ചോളും. ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ നമുക്കിനി മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ വരെ ജീരകം വറുത്ത് പൊടിച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒരു ലെമണിൻ്റെ പകുതിയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. വെളിച്ചെണ്ണ ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് മീനിൽ മസാല പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചേർക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പേസ്റ്റാക്കിയതിന് ശേഷം എല്ലാ ഫിഷിലും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. ഫിഷിൽ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മിനിമം ഒരു 30 മിനിറ്റെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എങ്കിൽ മാത്രമേ മീനിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിക്കുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ 1-2 മണിക്കൂർ വെച്ചാൽ അത്രയും നന്നായിരിക്കും. അങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു 30 മിനിറ്റ് മാത്രമാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. 30 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇതെന്തിനാണ് ഇതുപോലെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫിഷ് ഫ്രൈ തയ്യാറാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതുകൂടാതെ ഫിഷ് പാനിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. ഇരുവശവും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. ഓവർ കുക്കാവണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് സ്റ്റീമറിൽ വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കുന്നുണ്ട്. ആവി കയറ്റിയെടുക്കുമല്ലോ. ആ ടൈമിൽ നന്നായിട്ട് കുക്കായിക്കോളും. ഇതുപോലെ ഫ്രൈ ചെയ്യാതെ നമുക്ക് മസാലയിലിട്ടിട്ടും ഇത് വേവിച്ചെടുക്കാം. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം മസാലയിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഫിഷ് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു അടുപ്പിൽ മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കടായിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ മലബാർ റെസിപ്പികളൊക്കെ തയ്യാറാക്കുമ്പോൾ പരമാവധി വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി പ്രവാസികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വെളിച്ചെണ്ണ കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർ മാത്രം വേറെ ഏത് ഓയിലാണോ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ അതെടുക്കാം. വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലോട്ടൊരു മീഡിയം സൈസിലുള്ള 3 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലോട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര കണ്ട് എരിവ് വേണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1 തണ്ട് കറിവേപ്പില കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പിലയാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലയാണെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ കറിയിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കാരണം അതിലൊക്കെ നന്നായിട്ട് കെമിക്കൽസ് ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനിടയിലായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയതാണ്. അക്കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇതിലോട്ട് തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്.
ഇതൊക്കെ ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് വീണ്ടും ചേർക്കുന്നത്. ഞാൻ എരിവുള്ള ചില്ലി പൗഡർ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ കാശ്മീരി ചില്ലി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും 1/4 ടീസ്പൂൺ വരെ കടുക് വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും മസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ ഉലുവയും കടുകും പൊടിച്ചതില്ലെങ്കിൽ നിങ്ങൾ ഉള്ളി വഴറ്റുന്നതിന് മുമ്പായിട്ട് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇതിലോട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം 1 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കണം. ഇതിൻ്റെ അടിവശത്തൊക്കെ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫിഷ് മുഴുവനായിട്ട് ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 1 മിനിറ്റിന് ശേഷം ഈ ഫിഷ് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കണം. ഇതിൻ്റെ മുകൾ വശത്ത് മസാല ആയിട്ടില്ലല്ലോ. അപ്പോൾ ആ വശം കൂടി നന്നായിട്ടൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷവും വീണ്ടും 1 മിനിറ്റ് നേരം അടച്ച് വെക്കുമ്പോഴേക്കും ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. ആ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടല്ലോ, ഇപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിയൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് പച്ചരി ഞാൻ 3 മണിക്കൂർ മുമ്പ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതായത് ഒരു തേങ്ങയുടെ 4/1 ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് നമുക്ക് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ ഓൾറെഡി ചതച്ച് വെച്ചതുണ്ട്. അതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചതച്ചതില്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. ഒരു തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ പെരിഞ്ചീരകം, അതായത് ഫെന്നൽ സീഡ്, അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അല്പം തെരിതരിപ്പോട് കൂടിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കണ്ടല്ലോ, ഇത്രയും അരഞ്ഞാൽ മതി. അധികം സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത്. ഇനി മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ ബാറ്ററിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒറോട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതായത് പുഴുങ്ങലരി പൊടിച്ചതാണ്, അത് ചേർത്തിട്ട് ഈ ബാറ്റർ ഒന്ന് തിക്കാക്കി എടുക്കണം. പത്തിരിപ്പൊടി ചേർക്കരുത്, പുഴുങ്ങലരിയുടെ പൊടി തന്നെ ചേർക്കണം. എങ്കിൽ മാത്രമേ ഈ മീൻ ഒറോട്ടി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അരിപ്പൊടി തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വാഴയിലയാണ്. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു നല്ല ക്ലോത്ത് വെച്ചിട്ട് നമുക്കൊന്ന് തുടച്ചു കൊടുക്കണം. വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതേപോലെ തന്നെ എടുത്താൽ മതി. ഇനി ഇലയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന അത്രയും ബാറ്റർ എടുത്തിട്ട് ഇതുപോലെ കൈവച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. കൈവച്ചിട്ട് പരത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു ഇല കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ കണ്ണൂരുകാർ സ്ഥിരമായിട്ട് ഒറോട്ടിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ പരത്തിയെടുക്കാൻ നല്ല എക്സ്പെർട്ടാണ്. അപ്പോൾ പരത്തിയെടുത്തതിന് ശേഷം ഇതിലോട്ടൊരു ഫിഷും കുറച്ച് മസാലയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ മീൻ ഒറോട്ടി 2 രീതിയിൽ തയ്യാറാക്കി എടുക്കാറുണ്ട്. അപ്പോൾ 2 രീതിയും ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ മസാല ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും, ഇല്ലെങ്കിൽ എരിവ് കൂടിപ്പോവും. ഇനി നമ്മൾ കുറച്ചുകൂടി അരി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ കുഞ്ഞു നമ്മൾ നുള്ളി എടുക്കുമല്ലോ, അതുപോലെ കുഞ്ഞു പീസാക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ഡോട്ടാക്കിയിട്ട് നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇത് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ മീൻ റോട്ടിയാണ്. മുമ്പ് നമ്മൾ വീട്ടിലുള്ളപ്പോൾ ഇതുപോലെയാണ് ഉമ്മ ഉണ്ടാക്കി തരുന്നത്. ഇതുപോലുള്ള മീൻ റോട്ടി ഒരെണ്ണം മാത്രം കഴിച്ചാൽ മതി, അത്രയ്ക്ക് വയറ് നിറയാനുണ്ടാവും. നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് അരി വെച്ച് കൊടുത്തിട്ട് ഈ മസാലയൊന്ന് കവർ ചെയ്തെടുക്കണം. ഒട്ടും തന്നെ മസാല പുറത്ത് കാണാൻ പാടില്ല. കണ്ടല്ലോ, ഇത് മുഴുവനായിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എവിടെന്നെങ്കിലും മസാല പുറമേ കാണുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ അരി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. അപ്പോൾ ഇനി നമുക്കിതൊരു സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു രീതി എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ഇലയിലോട്ട് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഒറോട്ടി ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ഫിഷ് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് മസാല കൂടി വെച്ച് കൊടുക്കാം. ശേഷം ഈ ഇല കയ്യിലെടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അടയൊക്കെ ഉണ്ടാക്കിയെടുക്കല്ലോ, അതേപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മീൻ ഒറോട്ടി, മീനട, പുഴുങ്ങപ്പത്തിൽ, ഇങ്ങനെ പല പേരിലും കണ്ണൂരുകാർ ഇതിന് പറയാറുണ്ട്. നമ്മൾ മീൻ ഒറോട്ടി എന്നാണ് പറയുന്നത്. ഇനി നമുക്കിത് മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുത്തതിന് ശേഷം സ്റ്റീമറിൻ്റെ 2 തട്ടിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മിനിമം ഒരു 30 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. 30 മിനിറ്റിന് ശേഷം കണ്ടല്ലോ, ഇതിവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നന്നായിട്ടൊന്ന് ഹാർഡായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ തട്ട് അതിൽ നിന്ന് മാറ്റി വെക്കണം. അല്പം തണുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. കണ്ടല്ലോ, കാണാൻ തന്നെ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അതുപോലെ അത്രയ്ക്ക് ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി മീൻ വാങ്ങിക്കുന്ന ടൈമിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കണ്ടല്ലോ, ഞാനിതിവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം. കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.